നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ GST സെഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? എന്താണ് GST എന്നും GSTയുടെ കുറെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു, കുറച്ച് ഡെഫിനിഷൻസ് പഠിച്ചു, ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3 മൂന്ന് ഷെഡ്യൂൾസും പഠിച്ചു, സപ്ലൈയിലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പെൻഡിംഗ് നിൽക്കുന്ന ഒരു കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞ രണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്ററിലേക്കായിരിക്കും പോണത്. ഓക്കെ, നമ്മുടെ GSTയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഈ GSTയുടെ എൻറ്റയർ സീരീസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൺഅക്കാഡമിയാണ്. അൺഅക്കാഡമി ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ഈ കൊറോണ വന്ന സമയത്ത് നിലവിൽ വന്ന ബാക്കിയുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം പോലെയല്ല, കുറെ വർഷങ്ങളായിട്ട് കൊറോണയ്ക്ക് ഒരുപാട് നാൾ മുന്നേ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അൺഅക്കാഡമി. അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോഴ്സ് കാണാൻ പറ്റും. നമ്മുടെ CMA ഉണ്ട്, CS ഉണ്ട്, CA ഉണ്ട്, അതുപോലെ ബാങ്ക് കോച്ചിങ്, ലാംഗ്വേജുകൾ പഠിക്കാനാണെങ്കിൽ അത്, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്കൂൾ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, +1, +2, നമ്മുടെ എൻട്രൻസ് എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാം, ബാങ്ക് കോച്ചിങ്, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോഴ്സസ് നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ കാണാൻ പറ്റും. അൺഅക്കാഡമി ആദ്യമായിട്ട് നമ്മുടെ CMAക്ക് വേണ്ടിയിട്ട് CMA ഫൗണ്ടേഷന്റെ ആദ്യത്തെ ബാച്ച് ലോഞ്ച് ചെയ്യാണ്. ഞാൻ ഇതിന് മുന്നേ തന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരം ഡിസംബർ 2021 അറ്റംപ്റ്റ് എന്നാണ് അവർ ആ ഒരു ബാച്ചിന് പേരിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള ലീഡിംഗ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഈ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എഡ്യൂക്കേറ്റേഴ്സ് ആരൊക്കെയാണ്, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് നമുക്ക് ഇത് കാണാൻ പറ്റുക, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഒരു ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ റെക്കോർഡിംഗ്സും കാര്യങ്ങളും എല്ലാം പ്രോപ്പർലി അവൈലബിൾ ആണ്. പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഓരോ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന നോട്ട്സും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ലൈവ് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ ഈ ക്ലാസ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ക്ലാസ്സിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫൈനലൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടിയുള്ള ബാച്ചുകളെല്ലാം ഇനി മുന്നോട്ട് വരുന്ന കാലത്ത് അൺഅക്കാഡമിയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഫൗണ്ടേഷൻ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് റെഫർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പ്ലേ സ്റ്റോറിൽ അൺഅക്കാഡമി എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഗോൾ CMA ഫൗണ്ടേഷൻ ആയിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം ആ സബ്സ്ക്രിപ്ഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് 3 രീതിയിൽ എടുക്കാം. ഒരു 6 മാസത്തെ പ്ലാൻ, ഒരു 12 മാസത്തെ പ്ലാൻ, ഒരു 24 മാസത്തെ പ്ലാൻ. ആ പ്ലാനും അതിന്റെ എമൗണ്ട് കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ അൺഅക്കാഡമിയിൽ ഈ CMA ഫൗണ്ടേഷന്റെ ഈ ഒരു ബാച്ച് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഈ CMA ഫൗണ്ടേഷൻ ബാച്ച് അല്ല, വേറെ എന്ത് ക്ലാസ്, അവിടെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഈ കോഴ്സിൽ ഏത് കോഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിലും സാഗർ 45 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ തിങ്ക് ചെയ്യുക, വൈസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, അൺഅക്കാഡമിയെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നമ്മളെയും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി GSTയുടെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാം. ശരി, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ശരി, നമുക്ക് റിവൈസ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് മാത്രമേ എടുക്കൂ. നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? GST എന്നാണ് നിലവിൽ വന്നത് എന്നുള്ള ഒരു ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത്, അല്ലെ? GSTക്ക് മുന്നേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സിസ്റ്റം, GSTക്ക് മുന്നേ നമ്മുടെ ഇന്ത്യയിൽ പ്രിവൈൽ ചെയ്തിരുന്ന കുറെ ടാക്സുകളുണ്ട്. ആ ടാക്സുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ് ടാക്സ്, അങ്ങനെ വാറ്റ്, അങ്ങനെ കുറെ അഡ്വർടൈസ്മെന്റ് ടാക്സ്, അങ്ങനെ ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. ഇനി GST ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിലൊന്നും അല്ല, അത് ഫ്രാൻസിലായിരുന്നു. 1954 ഇപ്പൊ ഏകദേശം 160ഓളം രാജ്യങ്ങളിൽ GST പ്രിവൈലിംഗ് ആണ്. നമ്മുടെ നാട്ടിലേക്ക് വേണ്ടുന്ന രീതിയെ GST നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് GST എന്ന് പറയുന്ന ഒരു പുതിയൊരു ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നത്, അല്ലെ? അപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യ, നമ്മുടെ നാട്. അപ്പൊ നമ്മുടെ നാടായിട്ടുള്ള ഇന്ത്യയുടെ ഡെഫിനിഷൻ, GSTയുടെ പെർസ്പെക്റ്റീവിൽ വരുന്ന ഇന്ത്യയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, പല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇന്ത്യയുടെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. 12 നോട്ടിക്കൽ മൈൽസ്, 24 നോട്ടിക്കൽ മൈൽസ്, 200 നോട്ടിക്കൽ മൈൽസ് ഇന്ത്യയാണ്. 12 നോട്ടിക്കൽ മൈൽസിന് താഴെയുള്ള ഭൂമിയും മുകളിലുള്ള ആകാശവും എല്ലാം ഇന്ത്യ തന്നെയാണ്. ആ കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചിരിക്കുക. പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പഠിച്ചു. അതിനകത്ത് 2-3 കാര്യങ്ങൾ പഠിച്ചു, അല്ലെ? 122 അമെന്റ്മെന്റ് ബില്ലും പഠിച്ചു, 101 അമെന്റ്മെന്റ് ആക്ടും പഠിച്ചു. ആ GST നമ്മുടെ പ്രസിഡന്റിന്റെ അസെന്റ് കിട്ടി ഒപ്പിട്ട് വന്ന ദിവസം നമ്മൾ പഠിച്ചു, അല്ലെ? ഒരു സെപ്റ്റംബർ മാസം 8-ാം തീയതി അത് നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മൾ GST കൗൺസിലിനെ പറ്റി പഠിച്ചു. പിന്നെ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് GST ഇൻക്ലൂഡ് ചെയ്തതോടുകൂടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്ന മാറ്റങ്ങൾ, അല്ലെ? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും സെൻട്രലിനും ഒരുപോലെ പവർ കൊടുത്തു. 246A നമ്മൾ പഠിച്ചു. ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. IGST, CGST, SCST, UTGST, 269A നമ്മൾ പഠിച്ചു.
കൂടാതെ GSTയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരേ ഒരു ഐറ്റം ഏതാണ്? ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, എന്താ ഇപ്പൊ നമ്മൾ ഈ പഠിച്ചത് ഇത്ര A തൊട്ട് F വരെയുള്ള ഇത്രയും കാര്യങ്ങളും GSTയുടെ പെർസ്പെക്റ്റീവിന് പുറത്തല്ലേന്ന്. അത് GSTയുടെ പെർസ്പെക്റ്റീവിന് പുറത്താണ് അറ്റ് പ്രസന്റ്. പക്ഷേ അത് വേണമെങ്കിൽ GSTയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ മാത്രം GSTയുടെ പെർസ്പെക്റ്റീവിൽ ഇൻക്ലൂഡ് ചെയ്യാനേ പറ്റില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൗൺസിലാണ് GST കൗൺസിൽ എന്ന് പഠിച്ചു. 279A ആണ് GST കൗൺസിലിന്റെ എന്ത് നമ്മൾ ആർട്ടിക്കിൾ നമ്പർ ഓർമ്മയുണ്ടല്ലോ. അത് എന്ന് വന്നു, അതിന്റെ പ്രസിഡന്റ് ആരാണ്, വൈസ് പ്രസിഡന്റ് ആരാണ്, അതിൽ മെജോറിറ്റി കിട്ടുന്നത് എങ്ങനെയാണ്, 1/3 സെൻട്രലും 2/3 സ്റ്റേറ്റും ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അവരുടെ മെയിൻ പരിപാടികൾ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുക, എക്സംഷൻസ് ഫിക്സ് ചെയ്യുക, ത്രഷോൾഡ് ലിമിറ്റ്, ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ മാറ്റുക, നോട്ടിഫിക്കേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ 8 എണ്ണം ഉള്ളെങ്കിലും പക്ഷേ നമ്മൾ എന്താണ് ഡാം ആൻഡ് ഡ്യൂ ആൻഡ് ദാദ്ര ആൻഡ് നഗർ ഹവേലി ആ 2 ഐറ്റങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ പറയണം. അതും കൂടെ നമ്മൾ പഠിച്ചു. ഓക്കെ, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. 11 എണ്ണം ഉണ്ട് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഓർത്തിരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത്, കുറച്ച് ഡെഫിനിഷൻസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ അല്ലെ. അഗ്രിഗേറ്റ് ടേൺ ഓവർ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യും. അതെല്ലാം നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? പക്ഷെ ടാക്സുകൾ മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. പിന്നെ ഗുഡ്സ് എന്താന്ന് പഠിച്ചു അല്ലെ, ഓർമ്മയില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഓക്കെ, ഇതിൽ നമ്മൾ സപ്ലൈ എന്താന്ന് പഠിച്ചു. സപ്ലൈയിൽ വരുന്ന കുറെ കാര്യങ്ങൾ, സെയില്, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസിങ്, റെന്റൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും സപ്ലൈ എന്ന് പറഞ്ഞു. GSTയുടെ പെർസ്പെക്റ്റീവില് നമ്മൾ ഒരു ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മയുണ്ടോ? സപ്ലൈ ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടാക്സബിൾ ഇവന്റ് എന്ന് വിളിക്കുന്നത്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർമ്മയുണ്ടോ? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? GSTയുടെ ടാക്സബിൾ ഇവന്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പഠിച്ച? ഫോർ കൺസിഡറേഷൻ ഓർമ്മയുണ്ടോ? ഞാൻ ഒന്നും കൂടി പറയാം. സപ്ലൈയുടെ കാര്യം ഒന്നും കൂടെ പറയാം, കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സപ്ലൈ എന്ന് പറഞ്ഞാൽ കുറെ ഫോംസ് ഓഫ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്താണ്? നമ്മുടെ സെയിലാണ്, ട്രാൻസ്ഫർ ആണ്, എക്സ്ചേഞ്ച് ആണ്, ലൈസൻസിങ് ആണ്, റെന്റൽ ആണ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണിന് കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാന്ന് പറയുകയോ അത് എന്തിനായിക്കോട്ടെ, പക്ഷേ ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്സും ആയിരിക്കണം. അതിനകത്ത് ഒരു കൺസിഡറേഷനും വേണം. അതാണ് നമ്മുടെ GSTയുടെ മൊത്തത്തിൽ ആ ഒരു പോയിന്റിലാണ് GST മൊത്തം കിടന്ന് കളിക്കുന്നത്. എന്താണ്? നമ്മുടെ ഫെർദറൻസ് ഓഫ് ബിസിനസിന് വേണ്ടിയിട്ടും ആയിരിക്കണം, ഫോർ എ കൺസിഡറേഷൻ കൂടി ആയിരിക്കണം എന്തെന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ എന്ന് പറയുന്നത്. പക്ഷേ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ എവിടെ പഠിച്ചു? ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3 മൂന്നെണ്ണം ഓർമ്മയുണ്ടോ? ഷെഡ്യൂൾ 1 കുറച്ച് 4 ഐറ്റംസ് പഠിച്ചു. ഷെഡ്യൂൾ 2 സപ്ലൈ ആണോ അതോ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ അതോ സപ്ലൈ ഓഫ് സർവീസ് ആണോ എന്ന് പഠിച്ചു. ഷെഡ്യൂൾ 3 കുറച്ച് നെഗറ്റീവ് ലിസ്റ്റ് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചത്. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3 ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഷെഡ്യൂൾ 1 നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആകെ 4 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്, ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ റിലേറ്റഡ് പേഴ്സൺ ട്രാൻസാക്ഷൻ, അതിനകത്ത് 50,000 രൂപ വരെയുള്ള കാര്യങ്ങൾ, ഏജന്റ് അതുപോലെ പ്രിൻസിപ്പൽ തമ്മിലുള്ള കാര്യങ്ങൾ, അതുപോലെ ഇമ്പോർട്ട് ഓഫ് സർവീസ്, എക്സ്പോർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഷെഡ്യൂൾ 1 പഠിച്ചത്. ഷെഡ്യൂൾ 2 ഓർമ്മയുണ്ടോ? സപ്ലൈ ഓഫ് സർവീസ് ഏതാണ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഏതാണ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാ. സിമ്പിൾ ആയിട്ട് നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഗുഡ്സിന്റെയോ എന്തിന്റെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ ടൈറ്റിൽ അല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്താൽ നമ്മൾ അതിനെ വിളിക്കും സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് വിളിക്കും. അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തില്ല, അതിന്റെ റൈറ്റ് ടു യൂസ് മാത്രമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തു, കുറച്ച് നാളത്തേക്ക് വെച്ചേക്കാൻ വേണ്ടി കൊടുത്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അതിനെ സപ്ലൈ ഓഫ് സർവീസ് എന്ന് വിളിക്കാം. ബാക്കി നമ്മൾ ഏതെങ്കിലും ഒരു ഗുഡ്സിന്റെയോ എന്തിന്റെങ്കിലും ആയിക്കോട്ടെ അതിന്റെ ടൈറ്റിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്താൽ നമ്മൾ അതിനെ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്നും, അല്ല യൂസ് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് മാത്രമാണ് കൊടുക്കുന്നെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് സർവീസ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചത്. അത് കൂടാണ്ട് വല്ലതും പഠിച്ചായിരുന്നോ? ഇല്ല, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കിടക്കുന്ന 3 ഐറ്റംസ് നമുക്ക് പഠിക്കാനുണ്ട്. കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, അത് കഴിഞ്ഞ് കോമ്പോസിഷൻ ലെവി. നമുക്ക് പറ്റുമെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഈ കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, കോമ്പോസിഷൻ ലെവി, കൂടാതെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടുള്ള എക്സംഷൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കുന്ന, പഠിക്കാൻ ഒത്തിരി ഉണ്ടെന്ന് വിചാരിക്കുന്നു, കടൽ കണക്ക് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് ഈ എക്സംഷൻ. ആ എക്സംഷൻ ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും പഠിച്ചിരിക്കേണ്ടതും ഈസി ആയിട്ടുള്ളതും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം, എക്സംഷൻസ് ഉൾപ്പെടെ. മാക്സിമം ഇന്നത്തെ വീഡിയോയിൽ തന്നെ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റും നോക്കാം. ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്കിനി അപ്പൊ ഇന്നത്തെ ടോപ്പിക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമുക്ക് പഠിക്കാം കോമ്പോസിറ്റ് സപ്ലൈയും മിക്സഡ് സപ്ലൈയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ പഠിക്കുന്ന GST മുഴുവൻ ഒരു തിയറി ആയിട്ടോ നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടോ കാണാതെ നമ്മൾ എവിടെ പോയാലും എന്ത് വാങ്ങിയാലും എന്ത് ചെയ്താലും ഈ GST എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തു, എവിടെയെങ്കിലും ടൂറിന് പോയി, എന്തെങ്കിലും ഒരു സാധനം വാങ്ങി, സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങി, OLX എന്തെങ്കിലും സാധനം വാങ്ങി, ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ വാങ്ങി, അങ്ങനെ എന്ത് തന്നെ നമ്മളിപ്പോ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അവിടെ ആപ്ലിക്കബിൾ ആവുന്ന സാധനമാണ് GST എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ റിയൽ വേൾഡുമായിട്ട് ചിന്തിച്ചു നോക്കാം. ശരി, ഞാനിത് പഠിച്ചിട്ടുണ്ട്, ഇത് എവിടെയാണ് എനിക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വന്നിട്ടുള്ളത്? ഞാനും കുറെ GST എന്ത് മേടിച്ചാലും കൊടുക്കുന്നുണ്ട്, അപ്പൊ എവിടെയാണ് ഇത് വരിക എന്ന് ചിന്തിക്കുക.
ഓക്കെ, അപ്പൊ അതുപോലെ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കോമ്പോസിറ്റ് സപ്ലൈയും മിക്സഡ് സപ്ലൈ. എന്താണ് കോമ്പോസിറ്റ് സപ്ലൈയും മിക്സഡ് സപ്ലൈ? എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുക, ഉറങ്ങരുത്, ഉച്ചയ്ക്ക് ശേഷമാണ് ഉറങ്ങരുത്, എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് പറയാന്ന് വിചാരിച്ചാൽ മതി. എന്താണ് കോമ്പോസിറ്റ് സപ്ലൈയും മിക്സഡ് സപ്ലൈ? നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, ഇത് രണ്ടിനെ നമുക്ക് ഒരു ഡിഫറൻസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ഒരു ഇവിടുന്ന് ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി. നമ്മൾ എവിടെയാ പോയത്? ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ ഡൽഹിയിൽ ചെന്നപ്പോ ഒരു 2 ദിവസത്തെ സ്റ്റേ ആണ്. 2 ദിവസത്തെ സ്റ്റേ, നമ്മൾ 2 ദിവസത്തെ കാര്യങ്ങളാണ് ഹോട്ടലിൽ ബുക്ക് ചെയ്തത്. ശരി, നമ്മൾ അവിടെ ചെന്നപ്പോ നമ്മൾ ഒരു റൂം മാത്രമല്ല എടുക്കുന്നത്, അല്ലെ? നമ്മൾ റൂം എടുക്കുന്നതിനോടൊപ്പം അവർ നമുക്ക് അവിടുത്തെ ഫർണിച്ചറുകളെല്ലാം യൂസ് ചെയ്യാൻ തരും, അല്ലെ? അവിടുത്തെ TV യൂസ് ചെയ്യാൻ തരും, AC ഉണ്ടെങ്കിൽ AC യൂസ് ചെയ്യാൻ തരും, അതുപോലെ ഫാൻ ഉണ്ടെങ്കിൽ ഫാനും യൂസ് ചെയ്യാൻ തരും, അല്ലെ? അല്ലെ? അപ്പോ നമ്മൾ റൂം മാത്രമാണ് എടുക്കുന്നെങ്കിലും അവർ അതിനോടൊപ്പം ഈ സാധനങ്ങളൊക്കെ നമുക്ക് തരൂലേ? ഇതൊക്കെ നമുക്ക് തരും. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇവിടുന്ന് പുറത്ത് അമേരിക്കയിൽ പോവാണ്. അമേരിക്കയിൽ പോകാൻ ഒത്തിരി സമയത്ത്, എനിക്ക് തോന്നുന്നു ഏകദേശം 24 hours കൂടുതൽ ട്രാവൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി അവിടെ ചെല്ലുന്നത് വരെയുള്ള ഫുഡ് അവർ നമുക്ക് തരും, തന്നല്ലേ പറ്റൂ. ഇങ്ങനെ പല കാര്യങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു സർവീസ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ പല സർവീസുകൾ കിട്ടും, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ പല ഗുഡ്സുകളും കിട്ടും, അല്ലെ? അപ്പോ അങ്ങനെ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെ നമ്മൾ മിക്സഡ് സപ്ലൈ എന്നും കോമ്പോസിറ്റ് സപ്ലൈ എന്നും പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. മിക്സഡ് സപ്ലൈയും കോമ്പോസിറ്റ് സപ്ലൈ. നമുക്ക് അത് എന്തൊക്കെ നോക്കാം. നോക്കി, ഈ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. രണ്ടോ അതിലധികമോ ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കടയിൽ ചെന്നിട്ട് ബിരിയാണി വാങ്ങി. നമ്മൾ ഒരു കടയിൽ ചെന്നിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ബിരിയാണി വാങ്ങി. ബിരിയാണി വാങ്ങുമ്പോൾ മുതൽ സർവീസാ. അതായത് നമ്മൾ ആ ഹോട്ടലിലേക്ക് ചെല്ലുന്നു, ഒരു ടേബിളിൽ ഇരിക്കുന്നു, ഒരാൾ വന്ന് ടേബിൾ ക്ലീൻ ചെയ്ത് തരുന്നു, സർവീസ് കിട്ടി. ഓക്കെ, അടുത്ത ആൾ വന്ന് ഓർഡർ എടുക്കുന്നു, സർവീസ് കിട്ടി. മറ്റൊരാൾ വന്നിട്ട് നമുക്ക് ആ ഫുഡ് സപ്ലൈ ചെയ്യുന്നു, സർവീസ് കിട്ടി. നമ്മൾ ബിൽ കൗണ്ടറിൽ ചെല്ലുമ്പോൾ അവർ ബില്ല് പേ ചെയ്യുന്നു, വീണ്ടും സർവീസ് കിട്ടി. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ വാങ്ങിയത് ഒരു ഗുഡ്സ് മാത്രമാണ്, അല്ലെ? ആ ഗുഡ്സിനോടൊപ്പം ഒരുപാട് സർവീസുകൾ കൂടി നമ്മൾ എന്ത് ചെയ്തു? വാങ്ങേണ്ടി വന്നു, അല്ലെ? അപ്പോ അങ്ങനെ ഉള്ള കാര്യങ്ങളെയാണ് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഒന്നോ അതിലധികം ഗുഡ്സ്, അത് എങ്ങനെയായിരിക്കണം? നാച്ചുറലി ബണ്ടിൽഡ് ആയിരിക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോയിന്റ്. ഈ നാച്ചുറലി ബണ്ടിൽഡ് ആയിരിക്കണം, നാച്ചുറൽ ആയിട്ട്. കാരണം നമ്മൾ ചെന്ന് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം സർവീസുകൾ നമുക്ക് കിട്ടും, അല്ലെ? ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചിക്കന്റെ പീസ് ചിലപ്പോൾ നമുക്ക്, ചിലപ്പോഴല്ല, ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ചിക്കൻ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ടലിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോയി, അവർ ഒരുപാട് കാര്യങ്ങൾ, വേറെ പല സർവീസുകളും നമുക്ക് തരുന്നുണ്ട്. ചിലപ്പോ എന്താണ്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പോൾ നമുക്ക് അതിനോടൊപ്പം ഫുഡ് തന്നു. ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്താണ് മേടിക്കുന്നത്, പക്ഷേ ആ ഫ്ലൈറ്റ് ടിക്കറ്റിനോടൊപ്പം അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആ കോമ്പോസിറ്റ് സപ്ലൈയുടെ ഡെഫിനിഷൻ എന്താ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒന്നുമില്ല. കൺസിസ്റ്റ് ഓഫ് 2 or more goods or services. രണ്ടോ അതിലധികമോ ഗുഡ്സും സർവീസും കാണും. ഓക്കെ, which is naturally supplied. അത് നാച്ചുറലി സപ്ലൈഡ് ആണ്, അത് നാച്ചുറലി ബണ്ടിൽഡ് ആണ്, അത് നാച്ചുറലി എന്താണ്, ഒന്നിനോട് കൂടെ മറ്റൊന്നും കൂടെ കൊടുത്തേ പറ്റൂ, അല്ലാണ്ട് ആ ഒരു സർവീസോ അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സിന്റെ സപ്ലൈ കംപ്ലീറ്റ് ആകൂല. ഓക്കെ അല്ലേ? വിത്ത് ഈച്ച് അതർ ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് വൺ ഓഫ് ദം ആർ പ്രിൻസിപ്പൽ സപ്ലൈ. അതിൽ ഒരെണ്ണം പ്രിൻസിപ്പൽ സപ്ലൈ ആയിരിക്കും. നമ്മൾ കടയിൽ ചെന്ന് ബിരിയാണി വാങ്ങി, ആ ബിരിയാണിയാണ് പ്രിൻസിപ്പൽ സപ്ലൈ. പക്ഷേ ആ ബിരിയാണി തരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനോടൊപ്പം ഒരുപാട് സർവീസുകളും കൂടെ അവർ തരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് അമേരിക്ക വരെ പോവാന്നുള്ളതാണ് പ്രിൻസിപ്പൽ സപ്ലൈ. പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് വേറെ പല സർവീസുകളും തരുന്നുണ്ട്. ഫുഡ് തരുന്നുണ്ട്, വാട്ടർ തരുന്നുണ്ട്, അവിടുത്തെ ടോയ്ലറ്റ് സർവീസസ് തരുന്നുണ്ട്, എയർ കണ്ടീഷൻ തരുന്നുണ്ട്. ഇങ്ങനെ പല സർവീസുകളും കൂടെ അതിന്റെ കൂടെ തരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ കാര്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാനും പറ്റൂല. ഓക്കെ അല്ലേ? ഇതിനാണ് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. സംശയമുണ്ടോ? അപ്പൊ ഈ പ്രിൻസിപ്പൽ സപ്ലൈ എന്താണെന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ താഴെ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ഏതെങ്കിലും നമ്മളിപ്പോ ബിരിയാണി വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഈ പ്രിഡോമിനന്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ എവിടെയാ കണ്ടത്? നമ്മുടെ മോഹൻലാലിന്റെ ഒരു സിനിമയില്ലേ, അതിനകത്ത് അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി മമ്മൂട്ടി വരും വക്കീലായിട്ട്, അല്ലെ? വക്കീലായിട്ട് വരുമ്പോഴത്തേക്ക് കോടതിയിൽ നിന്ന് ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു വാക്ക് പറയും, പ്രിഡോമിനന്റ് കൺസിഡറേഷൻ എന്ന് പറയും, അല്ലെ? നിയമത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുക എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ അത് തന്നെ, നമ്മുടെ ആ സപ്ലൈയില് പ്രിഡോമിനന്റ് എലമെന്റ് ഏതാണ്? അതായത് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബിരിയാണിയാണ്. മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മുടെ അമേരിക്ക വരെ പോവാന്നുള്ള കാര്യമാണ്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ല. അപ്പോ അതിനെയാണ് പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത്. ആ പ്രിൻസിപ്പൽ സപ്ലൈ നടത്താൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം തരുന്ന ആൻസിലറി സർവീസസ് അല്ലെങ്കിൽ സെക്കൻഡറി സർവീസസ്, സെക്കൻഡറി സപ്ലൈ, ഇതിനെല്ലാം കൂടി ചേർത്താണ് നമ്മൾ മൊത്തത്തിൽ എന്തെന്ന് പറയുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്.
പ്രശ്നമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു സർവീസിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു ഗുഡ്സിനെ നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വിളിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. കണ്ടീഷൻ ഒന്നുമില്ല, നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് നോക്കാം, എന്താ നോക്കി, സപ്ലൈ ഓഫ് 2 or more goods or services are together. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് തന്നെ സപ്ലൈ ചെയ്യണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി നാച്ചുറലി ബണ്ടിൽഡ്. ഇത് നാച്ചുറലി ബണ്ടിൽഡ് ആയിരിക്കണം. കാരണം ഇവിടുന്ന് 24 മണിക്കൂർ എടുക്കും നമ്മൾ അമേരിക്ക വരെ പോകാൻ. എന്ന് വരെ നമുക്ക് പട്ടിണിക്ക് ഇടാൻ പറ്റും? ഇല്ല, അവർക്ക് ആഹാരം കൊടുത്തേ പറ്റും. അതുകൊണ്ട് അത് നാച്ചുറലി ബണ്ടിൽഡ് ആണ്. പ്രശ്നമില്ലല്ലോ. ഇതാണ് എന്ത് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മിക്സഡ് സപ്ലൈ. ആ ഒരൊറ്റ വാക്ക് നാച്ചുറലി ബണ്ടിൽഡ് അല്ലെ, ആ ഒരൊറ്റ വാക്ക് മാറ്റിയാൽ മതി. ആർട്ടിഫിഷ്യലി ബണ്ടിൽഡ് ആണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? മിക്സഡ് സപ്ലൈ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോൾഗേറ്റിന്റെ ഒരു 90 രൂപയുടെ വലിയ പേസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ബ്രഷ് നമുക്ക് കൂടെ കിട്ടും അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ ടൈഗർ അല്ല ലയണിന്റെ ഒരു ഡേറ്റ്സ്, അതായത് ഒരു കവർ ഈത്തപ്പഴമില്ലേ, ഒരു കവർ ഡേറ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. പല ഷോപ്പിംഗ് സെന്ററുകളിൽ ചെന്നാലും അവിടെയും നമുക്ക് പല കാര്യങ്ങൾ ഇതിനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ തരും. അതൊക്കെ അവരുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർ തരുന്നതാണ് അല്ലെ. ഇതിനെയാണ് മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ഒന്നും അല്ല അല്ലെ. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ഹോട്ടലിന്റെ അതേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഹോട്ടലിൽ ചെന്നു ബിരിയാണി വാങ്ങി, അവർ നമ്മൾ അതിനോടൊപ്പം കോംപ്ലിമെന്റ് ആയിട്ട് ഒരു ലൈം ജ്യൂസും കൂടെ തന്നു. കോംപ്ലിമെന്റ് ആയിട്ട് ഓക്കെ, ഫോൺ വിത്ത് ചാർജർ. ഓക്കെ, ഫോൺ വിത്ത് ചാർജർ നമുക്ക് വേണമെങ്കിൽ മിക്സഡ് സപ്ലൈ എന്ന് പറയാൻ പറ്റില്ല, അത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. കാരണം ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ചാർജർ കൂടി തരണം, ഇന്ന് വരെയുള്ള കേസ് പറയുകയാണെങ്കിൽ. പക്ഷേ ഇപ്പോ നമ്മുടെ ഐഫോണും അതുപോലുള്ള വലിയ പ്രീമിയം ഫോണിലൊക്കെ തരുമ്പോൾ അതിനോടൊപ്പം ചാർജർ തരില്ല. അതിനവർ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചാർജർ അവോയ്ഡ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഫോൺ വിത്ത് ചാർജർ അല്ലെങ്കിൽ ഫോണിന്റെ കൂടെ തരുന്ന ഫോണിന്റെ സിം ഊരാനുള്ള പിന്ന്, അതുപോലെ അതിന്റെ വാറണ്ടി കാർഡ്, അതൊന്നും നമുക്ക് മിക്സഡ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊരൊറ്റ സപ്ലൈ ആണ്, അതൊരു പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ശരി. അപ്പൊ ഈ മിക്സഡ് സപ്ലൈക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയുടെ കാര്യം തന്നെ മെജോറിറ്റി ആയിട്ട് പറയാം. മനസ്സിലായില്ലേ? അതൊന്നും ഒന്നുമില്ല, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ പരമായിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഒന്നിലധികം പ്രോഡക്റ്റുകൾ ഒരുമിച്ച് വിൽക്കുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം സർവീസുകൾ നമുക്ക് ഒരുമിച്ച് തരുന്നു. ഇതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? മിക്സഡ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. പ്രശ്നമില്ലല്ലോ, പ്രശ്നമില്ല, സിമ്പിൾ കാര്യമല്ലേ. ഞാൻ ഇതിനെ പറ്റിയിട്ട് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആസ് എ കൊമേഴ്സ് സ്റ്റുഡന്റ് നമ്മൾ പഠിക്കേണ്ട കാര്യം, ഇവിടുത്തെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടുത്തെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ റേറ്റ് ആണ്. അതായത് ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്. ഓക്കെ, ടൂത്ത് പേസ്റ്റിന്റെ GST എന്ന് പറഞ്ഞാൽ 5%, ടൂത്ത് ബ്രഷിന്റെ GST എന്ന് പറഞ്ഞാൽ 10% ആണ്. നമ്മൾ ഇതിൽ ഏത് പെർസെന്റേജ് എടുക്കുന്നു വെച്ചാൽ 10% വേണം രണ്ട് പ്രോഡക്റ്റിനും എടുക്കാൻ. 10% വേണം രണ്ട് പ്രോഡക്റ്റിനും എടുക്കാൻ. കാരണം ഇത് നാച്ചുറലി ബണ്ടിൽഡ് അല്ല, ബിസിനസ് നടക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യലി ബണ്ടിൽഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് കണക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയോ അല്ലെങ്കിൽ ഇത് വാങ്ങിയാൽ മറ്റൊന്ന് സൗജന്യം എന്നൊക്കെ പറയുന്നതോ അല്ലെങ്കിൽ ഒന്നിനോടൊപ്പം എന്നൊക്കെ നമുക്ക് തരത്തില്ലേ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിന് രണ്ടിന്റെ GST റേറ്റ് വേറെ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഹയർ റേറ്റ് ഓഫ് GST ആണ്. ഓക്കെ, സംശയമില്ലല്ലോ. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കോമ്പോസിറ്റ് സപ്ലൈയും മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചാർട്ടിലേക്ക് പോവാം. കോമ്പോസിഷൻ ലെവി പഠിക്കാം, സമയമില്ല നമുക്ക്. രണ്ടും ടാക്സ് ചെയ്യില്ലല്ലോ. എന്ത് രണ്ടും? എടാ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും എന്ന്. ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും ടാക്സ് ചെയ്യോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം. ഞാനിപ്പോ ചുമ്മാ രണ്ട് എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ടൂത്ത് പേസ്റ്റിന്റെ GSTയുടെ എമൗണ്ട് ഇത്രയാണ്, ടൂത്ത് ബ്രഷിന്റെ GSTയുടെ എമൗണ്ട് ഇത്രയാണ്. എന്നാ ഞാൻ ചുമ്മാ എക്സാമ്പിൾ പറഞ്ഞതാ. ഹയർ ടാക്സ് റേറ്റ് ഉള്ള ഐറ്റത്തിനല്ലേ ടാക്സ് ചെയ്യുന്നു. അതെ, അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഈ മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ കൂടെ മറ്റൊന്നും കൂടി തരികയാണെങ്കിൽ രണ്ടിനും വ്യത്യസ്ത GST റേറ്റ് ആണെങ്കിൽ അതിൽ ഹയസ്റ്റ് GST റേറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. വിശാഖേ, മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം കോമ്പോസിഷൻ ലെവി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ എളുപ്പമാണ് പഠിക്കാൻ. കോമ്പോസിഷൻ ലെവി, നമുക്ക് ആ കോമ്പോസിഷൻ ലെവി എന്താണെന്ന് പഠിക്കാം. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ നമ്മുടെ കുഞ്ഞു ഒരു സാധാരണ നമ്മൾ GST പേ ചെയ്യേണ്ടെന്ന് വരുന്നത് മിക്കപ്പോഴും ഹയർ റേറ്റിനായിരിക്കും. GSTയുടെ റേറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഹയർ ആണ്. അപ്പോ ഈ ചെറിയ ട്രേഡേഴ്സിനെയോ അല്ലെങ്കിൽ ചെറിയ മാനുഫാക്ചറേഴ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓപ്ഷണൽ സ്കീമാണ് എന്തെന്ന് പറയുന്നത്? കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്നത്. ഇതൊരു ഓപ്ഷണൽ സ്കീമാണ്, കമ്പൽസറി ഒന്നും അല്ല. അതായത് നമ്മളൊരു നിശ്ചിത ടേൺ ഓവർ പറയും. ഈ ടേൺ ഓവറിൽ താഴെയാണ് നമ്മുടെ ടേൺ ഓവർ എങ്കിൽ, നിശ്ചിത ഒരു ലിമിറ്റ് പറയും, ആ ലിമിറ്റിൽ താഴെയാണ് നമ്മുടെ ടേൺ ഓവർ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓപ്റ്റ് ചെയ്തുള്ള ബെനിഫിറ്റ് എന്താ? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി കൊടുക്കേണ്ട ടാക്സ് റേറ്റ് നമ്മൾ കൊടുക്കണ്ട, ചെറിയൊരു ടാക്സ് റേറ്റേ ഉള്ളൂ. 0.5%, 0.5%, ടോട്ടൽ ഒരു 1%, അല്ലെങ്കിൽ ഒരു 2.5%, 2.5%, ടോട്ടൽ ഒരു 5% കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ഒരു ചെറിയ ഒരു സ്മോളർ ടാക്സ് റേറ്റിൽ നമുക്ക് ടാക്സ് പേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് എന്ന് പറയുന്നത് കോമ്പോസിഷൻ ലെവി അല്ലെങ്കിൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കും. നമുക്ക് അതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമേ മനസ്സിലാക്കി വെച്ചേക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? ഇതൊരു ഓപ്ഷണൽ സ്കീമാണ്, കമ്പൽസറി ഒന്നുമല്ല. വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം.
അങ്ങനെ വേണമെങ്കിൽ തെരഞ്ഞെടുക്കണമെങ്കിൽ ഗവൺമെന്റ് പറയുന്ന കുറെ റൂൾസുകൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, കുറെ കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്കീം ഓപ്റ്റ് ഔട്ട് ചെയ്യാം. ഇത് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ റേറ്റ് ടാക്സ് പേ ചെയ്താൽ മതി, ചെറിയ റേറ്റ് ടാക്സ് പേ ചെയ്താൽ മതി. പക്ഷെ അത് ഓപ്റ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കുറച്ച് നമുക്ക് കിട്ടാനുള്ള കുറെ ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ പഠിക്കാം. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? നമുക്ക് നോക്കാം എന്താണ് കോമ്പോസിഷൻ ലെവി അല്ലെങ്കിൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന കാര്യം. ആദ്യമേ ഞാൻ പറഞ്ഞു ഇതൊരു ഓപ്ഷണൽ സ്കീമാണ്, വേണമെങ്കിൽ സെലക്ട് ചെയ്താൽ മതി, ആർക്കും ഒരു നിർബന്ധമില്ല നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് എന്താണ്? ഒരു ഓപ്ഷണൽ സ്കീം മാത്രമാണ്. ഓക്കെ, പ്രശ്നമില്ല. അടുത്തത് സ്മോൾ ടാക്സ് പേയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്മോൾ ടാക്സബിൾ പേഴ്സൺ, അതായത് ചെറിയ ചെറിയ ടാക്സബിൾ പേഴ്സൺസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നോക്കാം. അതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. നോക്കി, ഒരാളുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് തൊട്ട് മുന്നേ ഉള്ള ഫിനാൻഷ്യൽ ഇയറിൽ 1.5 crores വരെ ആണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഒരു കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്ന ഒരു സ്കീം ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ഒരു പേഴ്സന്റെ, അത് രജിസ്റ്റേർഡ് പേഴ്സൺ ആവാം, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആവാം, എന്ത് തന്നെ ആയിക്കോട്ടെ, അയാളുടെ പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 1.5 crores താഴെയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ പറയുന്ന കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓപ്റ്റ് ഔട്ട് അല്ല, പറഞ്ഞ് ശീലമായി പോയി. ഓപ്റ്റ് ഔട്ട് അല്ല, വെറും ഓപ്റ്റ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഒരു പേഴ്സന്റെ, ഏതെങ്കിലും ഒരു ടാക്സബിൾ പേഴ്സൺ, അത് രജിസ്റ്റേർഡ് പേഴ്സൺ ഞാൻ ഇവിടെ എഴുതിക്കുന്നേ ഉള്ളൂ, പക്ഷേ രജിസ്റ്റേർഡ് പേഴ്സൺ ആവണമെന്നൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ഇനിഷ്യലി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോമ്പോസിഷൻ സ്കീം ഒക്കെ ഓപ്റ്റ് ഔട്ട് ചെയ്യാം. ഓപ്റ്റ് ഔട്ട് അല്ല, ഓപ്റ്റ് ചെയ്യാം. അപ്പൊ ഏതെങ്കിലും ഒരു പേഴ്സന്റെ പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ 1.5 crores വരെയാണെങ്കിൽ, 1.5 കോടി രൂപ വരെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാം? ഒരു റെഡ്യൂസ്ഡ് റേറ്റിൽ ടാക്സ് പേ ചെയ്യുന്ന ഒരു സ്കീമായിട്ടുള്ള കോമ്പോസിഷൻ സ്കീം നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പ്രശ്നമില്ലല്ലോ? പ്രശ്നമില്ല. അപ്പൊ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 1.5 crores ആയിരിക്കണം. കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 1.5 crores ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഇല്ലേ? നമ്മൾ എത്ര സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് പഠിച്ചു? ഒരു 11 സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് പഠിച്ചു. ആ 11 സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലെ നമ്മൾ ഈ പറയുന്ന ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ആസാം, ഈ 3 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും, ബാക്കിയുള്ള ആരൊക്കെയാ? അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ്, കൂടാതെ നമ്മുടെ ഇവർ 3 പേർക്കും ഇല്ല. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഈ ബി എന്ന് എഴുതിയേക്കുന്ന 3 പേർക്കും ഇല്ല. ബാക്കിയുള്ള ഇത്രയും പേർക്ക് എന്ത് ചെയ്യാം? അവരുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 1.5 crores അല്ല, 75 lakhs ആണ്. 1.5 crores അല്ല, 75 lakhs ആണ്. സംശയമില്ലല്ലോ. അപ്പൊ ആർക്കൊക്കെയാ? അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ്. അതായത് നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലെ ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ആസാം, ഈ 3 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം എന്താണ്? 75 lakhs ആണ് ടേൺ ഓവർ. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക. എന്ത് കോമ്പോസിഷൻ ലെവി എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ടാക്സ് പേയർ 1.5 crores വേറെ എക്സ്റ്റൻഷൻസ് ഉണ്ടോന്ന് മനസ്സിലായില്ല? ഓക്കെ, അത് ടൈപ്പ് ചെയ്താൽ മതി, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് കോമ്പോസിഷൻ ലെവി എന്ന് പറഞ്ഞാൽ? ഒരു സ്മോൾ ടാക്സ് റേറ്റിൽ പേ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷണൽ സ്കീമാണ്. ആർക്ക് വേണ്ടിയിട്ടുള്ള? സ്മോൾ ടാക്സ് പേയേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. സ്മോൾ ടാക്സ് പേയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവരുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 1.5 crores താഴെയാണെങ്കിൽ. പക്ഷേ നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ ഹിമാചൽ പ്രദേശ്, അതുപോലെ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ, ആസാം, ഇവർ 3 പേരെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം 75 lakhs ആണ്. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അഗ്രിഗേറ്റ് ടേൺ ഓവർ ആണ് 1.5 crores എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്തുവാണെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇനി അത് പറയുന്നില്ല, കാരണം ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ. എല്ലാ ഔട്ട്വേർഡ് സപ്ലൈ, എല്ലാ ടാക്സബിൾ സപ്ലൈ, എല്ലാ എക്സംപ്റ്റഡ് സപ്ലൈ, എല്ലാ നോൺ ടാക്സബിൾ സപ്ലൈസ്, എക്സ്പോർട്ട് സപ്ലൈസ്, ഇന്റർ സ്റ്റേറ്റ്, ഇൻട്രാ സ്റ്റേറ്റ്, അങ്ങനെയുള്ള എല്ലാ സപ്ലൈകളും കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ടേൺ ഓവർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ടാക്സുകൾ കൂട്ടില്ല. CGST, SGST, IGST, റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൂട്ടൂല. കോമ്പോസിഷൻ സെസ് ഉണ്ടെങ്കിൽ, കോമ്പൻസേഷൻ സെസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൂട്ടൂല. ഓക്കെ അല്ലേ? ഇതാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ. ഇതൊന്നും ഞാൻ ഇനി പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമല്ലേ, വെറുതെ പറഞ്ഞ സമയം കളയണ്ടല്ലോ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്ന കോമ്പോസിഷൻ ലെവി അല്ലെങ്കിൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ സ്മോളർ റേറ്റിൽ ടാക്സ് പേ ചെയ്യുന്ന സ്കീം ആണ്. ഓക്കെ, ആര് സ്ക്രീനിൽ വരച്ച് കളിക്കരുത്, എല്ലാവരും ആര് സ്ക്രീനിൽ വരച്ച് കളിക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഈ സംഭവം ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നതോട് കൂടി നമുക്ക് സ്മോൾ ടാക്സ് പേയേഴ്സ് അല്ലെ, എനിക്ക് പേര് കാണാൻ പറ്റുന്നുണ്ട്, ആരാ സ്ക്രീനിൽ വരച്ചു തന്നെ കേട്ടോ. സ്മോൾ ടാക്സ് പേയേഴ്സിന് ചെറിയ ടാക്സ് റേറ്റിൽ ടാക്സ് പേ ചെയ്യാനുള്ള സ്കീമാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർ ടാക്സ് പേ ചെയ്യേണ്ട റേറ്റ് എത്രയാന്ന് പറയാം. ചെറിയ ടാക്സ് റേറ്റ് അല്ലേ? എന്നാൽ ചെറിയ ടാക്സ് റേറ്റ് ഏതാണെന്ന് നമ്മൾ അറിയണ്ടേ? ആ ചെറിയ ടാക്സ് റേറ്റ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കി, ചെറിയ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ നോക്ക്, 3 പേരുടെ പേര് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെയാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓപ്റ്റ് ഔട്ട് അല്ല, ഓപ്റ്റ്. ശീലമായി പോയി പറഞ്ഞു ഓപ്റ്റ് ഔട്ട് അല്ല, ഓപ്റ്റ്. നമുക്ക് നോക്കാം ആ 3 പേര് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് നോക്കിയേ, മാനുഫാക്ചറേഴ്സ് അതർ ദാൻ പാൻ മസാല, ടൊബാക്കോ,
ഐസ്ക്രീം. കണ്ടോ, നമ്മുടെ എസെൻഷ്യൽ ഗുഡ്സ് ആയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും. പാൻ മസാല നമുക്ക് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സ് ആണോ? അല്ല. ടൊബാക്കോ പ്രോഡക്ട്സ് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സ് ആണോ? അല്ല. ഐസ്ക്രീം എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സ് ആണോ? അല്ല. ഈ ഐസ്ക്രീമിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പണ്ടുള്ള രാജാക്കന്മാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആഹാരമായിട്ടാണ് നമ്മുടെ ഐസ്ക്രീമിനെ കണ്ടത്. അതായത് പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മുടെ ഐസ്ക്രീമിനെ കണ്ടുവന്നത്. അല്ല, അങ്ങനെയാണ്. കാരണം അത് കുറെ പ്രോസസ്സിലൂടെയൊക്കെ നടന്നിട്ടല്ലേ ഐസ്ക്രീം ആയിട്ട് മാറുന്നത്. പക്ഷെ ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറെ കൊല്ലങ്ങളായി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ എസെൻഷ്യൽ ഗുഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യില്ല? പാൻ മസാല, ടൊബാക്കോ, ഐസ്ക്രീം, ഇവരെ 3 പേരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര റേറ്റിലാണ് ടാക്സ് പേ ചെയ്യേണ്ടത് നോക്കി. 0.5%, 0.5%, 1%. ടോട്ടലി പറയുകയാണെങ്കിൽ 1%. ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ 1%. ഓക്കെ അല്ലേ? ആ 1% എന്തിന്റെയാണെന്ന് അറിയാമോ? അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ 1% പേ ചെയ്യണം. അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ 1% പേ ചെയ്യണം. നമ്മൾ സാധാ ടാക്സ് ലയബിലിറ്റി ഒക്കെ കണ്ടുപിടിക്കുന്നത് ടാക്സബിൾ സപ്ലൈസ് നോക്കും. അതിൽ എക്സംപ്റ്റഡ് സപ്ലൈസ് ഒക്കെ ഒഴിവാക്കി കളഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. പക്ഷേ കോമ്പോസിഷൻ ലെവി ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുക്കുക. അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എക്സംപ്റ്റഡ് സപ്ലൈസ്, നമ്മുടെ എല്ലാ സപ്ലൈസ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അങ്ങനെ തരത്തിലുള്ള എല്ലാ സപ്ലൈസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഈ പറയുന്ന ഔട്ട്വേർഡ്, ടാക്സബിൾ, എക്സംപ്റ്റഡ്, നോൺ ടാക്സബിൾ, എക്സ്പോർട്ട് സപ്ലൈസ്, ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ, ഈ എല്ലാ സപ്ലൈസും കൂട്ടുന്ന നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ 0.5%, 0.5%, 5%, 1%, അങ്ങനെ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനി റെസ്റ്റോറന്റ് അല്ലെങ്കിൽ കേറ്ററിംഗ് സർവീസുകൾ, റെസ്റ്റോറന്റ് സർവീസ് അല്ലെങ്കിൽ കേറ്ററിംഗ് സർവീസ് ഒക്കെ ആണെങ്കിലോ അവരുടെയും അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ 2.5%, 2.5%, 1% നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനി ബാക്കിയുള്ള സാധാ ട്രേഡേഴ്സ്, ബാക്കിയുള്ള എലിജിബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും 0.5%, 0.5%, 1%. പക്ഷേ എന്നാ പിന്നെ അതെന്താ ഇവിടെ എഴുതാത്തത്? മുകളിൽ തന്നെ എഴുതിയാൽ പോരെ, മാനുഫാക്ചറേഴ്സ് ആൻഡ് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും. അങ്ങനെ എഴുതാത്തതിന്റെ കാര്യം ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ബേസ്ഡ് ഓൺ ടാക്സബിൾ ടേൺ ഓവർ ആണ്. കണ്ടോ, താണ്ട് ഇവിടെ എഴുതി കണ്ടോ, ബേസ്ഡ് ഓൺ ടാക്സബിൾ ടേൺ ഓവർ. അതായത് എക്സംപ്റ്റഡ് സപ്ലൈസ് എല്ലാം മാറ്റി നിർത്തി നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട, അതായത് ടാക്സബിൾ സപ്ലൈസ് മാത്രം കണ്ടുപിടിക്കുക. ആ ടാക്സബിൾ ടേൺ ഓവറിന്റെ എന്ത് 0.5%, 0.5%, 1% ആണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട? ട്രേഡേഴ്സിനും അതുപോലെ ബാക്കി കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനും എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ആ ഒരു ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. സംശയമുണ്ടോ? റേറ്റ് നന്നായിട്ട് മനസ്സിലായോ? ശരി, ഇതാണ് നമ്മുടെ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സന്റെ ടാക്സ് റേറ്റ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. നോക്കിയേ, ഇവിടെ മാനുഫാക്ചറേഴ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു, മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ശരി, റെസ്റ്റോറൻറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, റെസ്റ്റോറൻറ്റ്സിനെ നമ്മൾ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് കാറ്ററിംഗ് സർവീസിനെ ഇൻക്ലൂഡ് ചെയ്തു. ബാക്കിയുള്ള എല്ലാ ട്രേഡേഴ്സിനെയും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. അതായത് ട്രേഡിംഗ് ചെയ്യുന്ന, ഒരാളുടെ നിന്ന് വാങ്ങി മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുന്ന, അങ്ങനെ വിൽക്കുന്ന ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഗുഡ്സും സർവീസും കൊടുക്കുന്ന ആൾക്കാരില്ലേ, ഒരേ സമയം തന്നെ ഗുഡ്സും കൊടുക്കും, നമ്മൾ സർവീസും കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു സ്കീം ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഓപ്റ്റ് ഔട്ട് അല്ല, ഓപ്റ്റ്. ശീലമായിപ്പോയി, പറഞ്ഞ് ശീലമായിപ്പോയി. ഓപ്റ്റ് ഔട്ട് അല്ല, ഓപ്റ്റ്. നമ്മുടെ ഈ ഗുഡ്സും സർവീസും കൊടുക്കുന്ന, ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക്, ബോത്ത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഇതുപോലൊരു സ്കീം, സ്മോളർ റേറ്റിൽ ടാക്സ് പേ ചെയ്യാനുള്ള സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നാണ് ചോദ്യം. അതാണ് ഇവിടെ പറയുന്നത് പറ്റും. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നമുക്ക് എന്താ നോക്കാം. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാല്, അതായത് ഗുഡ്സും സപ്ലൈ ചെയ്യുന്നു, സർവീസും സപ്ലൈ ചെയ്യുന്നു. അപ്പൊ 2 കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർക്ക് ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അവരുടെ പ്രീവിയസ് ഇയറിലെ, അതായത് തൊട്ട് മുന്നുള്ള ഫിനാൻഷ്യൽ ഇയറിലെ അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ 10%, അല്ലെങ്കിൽ 5 ലക്ഷം, വിച്ച് എവർ ഈസ് ഹയർ. ഇത് രണ്ടിൽ ഏത് എമൗണ്ട് ആണ് നമ്മുടെ സപ്ലൈയുടെ വാല്യൂ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് ഗുഡ്സും ഉണ്ട്, സർവീസും ഉണ്ട്, അല്ലെ? നമുക്ക് ഗുഡ്സും ഉണ്ട്, സർവീസും ഉണ്ട്. അതിൽ നമ്മൾ സർവീസിന്റെ വാല്യൂ നോക്കണം. ഇപ്പൊ സർവീസിന്റെ വാല്യൂ 10 ലക്ഷമാണ്. ഓക്കെ, സർവീസിന്റെ വാല്യൂ 10 ലക്ഷം. ബാക്കി ഗുഡ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 കോടിയാണ്. ഗുഡ്സിന്റെ വാല്യൂ 1 കോടി. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 1 കോടി 10 ലക്ഷം. 1 കോടി 10 ലക്ഷം. ശരി, അപ്പൊ നമ്മൾ നോക്കും ഇവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല്ലേ നോക്കണം. എന്താണെന്നറിയാമോ? ടോട്ടൽ ടേൺ ഓവർ എടുക്കുക, അതിന്റെ 10% കണ്ടുപിടിക്കുക. 1 കോടി 10 ലക്ഷത്തിന്റെ 10% എത്രയാ? 10,10,000. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് റൗണ്ട് ഫിഗർ 10 ലാക്ക് പറയാം. 10 ലാക്ക്. ഓക്കെ, അതുപോലെ 5 ലക്ഷം, വിച്ച് എവർ ഈസ് ഹയർ. ഇത് രണ്ടിൽ ഹയർ എമൗണ്ട് ഏതാണ്? 5 ലക്ഷമാണ്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ ഈ 2 എമൗണ്ട് നോക്കുക. ഒന്നെങ്കിൽ നമ്മൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. നമ്മുടെ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടേൺ ഓവർ കണ്ടുപിടിക്കാം. ഓക്കെ, ആ ടേൺ ഓവറിന്റെ 10% എടുക്കുക. ടേൺ ഓവറിന്റെ 10% എടുത്തിട്ട് നമ്മൾ ഇവിടെ എഴുതാം. ഓക്കെ, ഇനി എന്താ? 5 ലക്ഷം എടുക്കുക. എന്നിട്ട് നോക്കുക ഇത് രണ്ടിൽ ഹയർ ഏതാണ്? ഹയർ നോക്കുക. ഒന്നുകിൽ ചിലപ്പോൾ ടേൺ ഓവർ ആയിരിക്കാം, അല്ലെങ്കിൽ 5 ലക്ഷം ആയിരിക്കാം. ഓക്കെ, ആ 2 എമൗണ്ടിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം എന്തുമായിട്ട്? നമ്മുടെ സർവീസിന്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം.
സർവീസിന്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. അത് ഈ താഴെ പറയുന്ന എമൗണ്ടിൽ ഏതെങ്കിലും ഒരു എമൗണ്ടിനെക്കാളും കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്നറിയാമോ? ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? ഇത് നമ്മളെ ടെക്സ്റ്റില് അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിൽ ലോയിൽ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് നമ്മുടെ ഈ സർവീസിന്റെ വാല്യൂ അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ 10% ആയിരിക്കണം. പക്ഷേ അത് 5 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അതൊരു വേറൊരു രീതിയിലാണ് ആ ലോ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് പറയാം. എന്ത്? നമ്മുടെ ടേൺ ഓവർ എടുക്കുക. ഒന്നും കൂടി പറയാം, എത്ര വർഷം വേണമെങ്കിലും പറയാം. നമ്മുടെ ടേൺ ഓവർ എടുക്കുക. ആ ടേൺ ഓവറിന്റെ 10% കണ്ടുപിടിക്കുക. ടേൺ ഓവറിന്റെ 10% കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടി ഒരു 4 ലക്ഷം. ശരി. ഇനി ഓർ 5 lakh, 4 ലക്ഷം 5 ലക്ഷം, ഇത് രണ്ടിൽ ഏതാണ് ഹയർ? 5 ലക്ഷമാണ് ഹയർ. ഓക്കെ, അപ്പൊ നമ്മൾ 5 ലക്ഷം എടുത്തു. എന്നിട്ട് പറയാം ടോട്ടൽ ടേൺ ഓവറിന്റെ നമ്മുടെ സർവീസിന്റെ പാർട്ട് മാത്രം എടുക്കുക. സർവീസിന്റെ പാർട്ട് മാത്രം എടുത്തിട്ട് ഇതില് 5 ലക്ഷമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. ഇത് 5 ലക്ഷത്തിനേക്കാളും താഴെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനസ്സിലായോ എന്ന്? ഒന്നും കൂടി പറയാം. അതായത് നമ്മുടെ സർവീസ്, നമ്മുടെ ഗുഡ്സും സപ്ലൈ ചെയ്യുന്നുണ്ട്, സർവീസും സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സർവീസിന്റെ വാല്യൂ നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ 10% അല്ലെങ്കിൽ 5 ലക്ഷം, ഇത് രണ്ടിൽ ഹയർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഇല്ലേ? ആ രണ്ട് എമൗണ്ടിൽ ഏതെങ്കിലും ഒരു എമൗണ്ടിനെക്കാളും, അതായത് ഇതിൽ ഹയർ ആയിട്ടുള്ള എമൗണ്ടിനെ കാളും ചെറുതായിരിക്കണം. അതിനേക്കാളും കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ഈ ഒരു ഈ ഗുഡ്സും സപ്ലൈസും സപ്ലൈ ചെയ്യുന്ന ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയണോ? ശരി, എക്സാമ്പിൾ ഞാൻ പറയാം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ വെച്ചേക്കുക. അതായത് ടോട്ടൽ നമ്മുടെ കഴിഞ്ഞ, ഞാൻ അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ ഈ നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ അടുത്ത സെഷനിൽ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ശരി. ഇപ്പൊ ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ എക്സാമ്പിൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എക്സൽ ഷീറ്റിൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മുടെ സർവീസും ഉണ്ട്, ഗുഡ്സും ഉണ്ട്, അവർ രണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ആ സർവീസിന്റെ പാർട്ട് നമ്മുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 10% അല്ലെങ്കിൽ 5 ലക്ഷം, ഈ വിച്ചെവർ ഈസ് ഹയർ, ഈ രണ്ട് എമൗണ്ടിലെ ഹയർ ആയിട്ടുള്ള എമൗണ്ടിനെക്കാളും താഴെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം, തലയിൽ കയറുമോ നോക്കുക. ഒന്നുകൂടെ പറയാം. ഗുഡ്സും സപ്ലൈ ചെയ്യുന്നുണ്ട്, സർവീസും സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ സർവീസിന്റെ പാർട്ട്, ഈ സർവീസിന്റെ മാത്രം വാല്യൂ അവരുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 10%, അല്ലെങ്കിൽ 5 ലക്ഷം, വിച്ചെവർ ഈസ് ഹയർ, ഇത് രണ്ടിൽ എമൗണ്ടിൽ ഹയർ ഏതാന്ന് നോക്കുക. ആ ഹയർ എമൗണ്ടിനെക്കാളും താഴെയാണ് ഈ സർവീസിന്റെ വാല്യൂ എങ്കിൽ മാത്രമേ അവർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ. അതായത് ഒന്നുമില്ല, നമ്മൾ നോക്കേണ്ടത് ആ സർവീസിന്റെ പാർട്ടാണ് നോക്കേണ്ടത്. ആ സർവീസിന്റെ പാർട്ട് ടോട്ടൽ ടേൺ ഓവറിന്റെ 10% നോക്കുക, അല്ലെങ്കിൽ 5 ലക്ഷം. ഈ രണ്ട് എമൗണ്ടിൽ ഹയർ എമൗണ്ട് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യാം. ആ കമ്പയർ ചെയ്യുമ്പോൾ സർവീസിന്റെ പാർട്ട് താഴെ ആയിരിക്കണം, സർവീസിന്റെ പാർട്ട് ചെറുതായിരിക്കണം, അതായിരിക്കണം കുറവ്. അങ്ങനെയാണെങ്കിൽ മാത്രം, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മുടെ ഈ ഒരു കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പ്രശ്നമൊന്നുമില്ലല്ലോ. സിമ്പിൾ കാര്യമല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ സെഷൻ അങ്ങ് അവസാനിപ്പിക്കാം. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ നോക്കി, സർവീസ് മാത്രം കൊടുക്കുന്ന ആൾക്കാർക്ക് നോക്കി, സപ്ലയർ ഓഫ് ഓൺലി സർവീസസ് കനോട്ട് ഓപ്റ്റ് കോമ്പോസിഷൻ സ്കീം. സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ആര് പറഞ്ഞില്ലെന്ന്? ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അവർക്കും ഒരു സ്മോൾ ടാക്സ് റേറ്റിൽ ടാക്സ് പേ ചെയ്യുന്ന ഒരു സ്കീം ഉണ്ടല്ലോ. അത് നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ, സർവീസ് മാത്രം കൊടുക്കുന്ന ആൾക്കാർക്കാണ് ആ ഒരു ടാക്സ് ഇവിടെ കിടക്കുന്നു, അത് നമുക്ക് താഴോട്ട് വരുമ്പോൾ പഠിക്കാം. ഓക്കെ അല്ലേ? ഇപ്പൊ ഇതുവരെ പഠിച്ചത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക്, സർവീസ് മാത്രം സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം.